ഏവർക്കും വന്ദനം. വിശുദ്ധ മരിയ കുര്യത്തിയുടെ മരണത്തെ ആസ്പദമാക്കിയുള്ള ഒരു സംഭവത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, കരുണാമയനായ അവിടുത്തെ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തുകൊള്ളണം. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും അവിടുത്തെ പുത്രനോടുകൂടി ആയിരിക്കണമേ. ആമേ. ഓഹോ, എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് മരിയ ഇവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണല്ലേ. എന്റെ പിതാവിന്റെ മുമ്പിൽ, എന്റെ വീട്ടുകാരുടെ മുമ്പിൽ നീ എന്നെ കൊള്ളരുതാത്തവനാക്കി. അലക്സാണ്ട്രോ, ഗദ്യത്തിനും ഇല്ലാതെ വന്നപ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഒരു ദുസ്വപ്നമായി കണ്ട് ഒക്കെ മറന്നു കള. മേലിൽ നമുക്ക് നല്ല ചങ്ങാതിമാരായി കഴിയാം. ഇവിടെ ഇപ്പോൾ മറ്റാരുമില്ല. താങ്കൾ ഇപ്പോൾ ദയവായി പോകൂ. ആരുമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ വരവ്. മരിയ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ചങ്ങാതിമാരായി കഴിയാം. പക്ഷെ അതിനു മുമ്പ് ഒരൊറ്റ തവണ മരിയ എനിക്ക് കീഴ്വഴങ്ങണം. അലക്സാണ്ട്രോ, എന്ത് ഭ്രാന്താണ് താങ്കൾ ഈ പറയുന്നത്? ഞാൻ സമർപ്പിതയാണ്, വിശുദ്ധയാണ്, നിത്യകന്യകയായി കർത്താവിന്റെ ദാസിയായി കഴിയാൻ ആഗ്രഹിക്കുന്നവളുമാണ്. ഒരു തവണ എനിക്ക് കീഴ്വഴങ്ങി എന്ന് വെച്ച് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മരിയ പറഞ്ഞതുപോലെ നമുക്കിനി നല്ല സുഹൃത്തുക്കളായി കഴിയുകയും ചെയ്യാം. പിന്നീട് ഈ ആവശ്യവുമായി ഞാൻ ഇങ്ങോട്ട് വരിക പോലുമില്ല. നിങ്ങളോട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ നീ അനുസരിക്കില്ലെന്നാണ്? എങ്കിൽ ദാ ഈ കത്തി കണ്ടോ, ജീവൻ വേണമെങ്കിൽ പറഞ്ഞതനുസരിക്കും. ഇല്ല, എന്റെ ജീവിതം പോയാലും ഞാൻ അനുസരിക്കില്ല. എടി, നിന്നെ ഞാൻ... അയ്യോ, എന്നെ വിടൂ, എന്നെ വിടൂ. അയ്യോ, അയ്യോ, അയ്യോ. അമ്മേ, അമ്മേ, ഫാദർ അലക്സാണ്ടറോട് ഞാൻ ക്ഷമിച്ചതായി പറയണം. അവൻ സ്വർഗത്തിൽ എന്നോടൊപ്പം ഉണ്ടാകുന്നതാണ് എനിക്കിഷ്ടം. ഈശോ. മോളെ, എന്റെ പൊന്നു മോളെ.